എല്ലാവർക്കും നമസ്കാരം. രാഷ്ട്രീയ പാർട്ടികളുടെ സംഭാവനകളുമായി ബന്ധപ്പെട്ട് വളരെയധികം സംശയങ്ങളും ദുരൂഹതകളും ഉള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും എത്രയൊക്കെ സംഭാവനകൾ കിട്ടി എന്നറിയാൻ സാധാരണക്കാരന് വരെ ആകാംക്ഷയുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കമ്പനികൾക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് എത്രയധികം സംഭാവന ചെയ്യാൻ പറ്റും, ഇതിന് വല്ല ലിമിറ്റും ഉണ്ടോ, ഇങ്ങനെ സംഭാവന ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് കണ്ടീഷൻസ് എന്ന് വിശദമാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 182 കമ്പനികൾ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിൽ എലിജിബിൾ ആയിട്ടുള്ള കമ്പനികൾ ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഒന്ന്, ഒരു കമ്പനി പ്രവർത്തനം തുടങ്ങി 3 വർഷത്തിന് ശേഷം മാത്രം, അതായത് 3 years എക്സിസ്റ്റൻസ് ഉള്ള കമ്പനിക്ക് മാത്രമേ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ഡൊണേഷൻസ് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം പറയുന്നത് ഗവൺമെൻറ് കമ്പനികൾക്ക് ഡൊണേഷൻ കൊടുക്കാൻ പാടില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് കമ്പനികളും 3 വർഷത്തിൽ താഴെ പ്രവർത്തന പരിചയമുള്ള കമ്പനികൾക്കും പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ഡൊണേഷൻ കൊടുക്കാൻ പാടില്ല. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത്, ഇത്തരത്തിൽ ഡൊണേഷൻ കൊടുക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത് 1951 ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 29A പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയിരിക്കണം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈർക്കൽ പാർട്ടികൾക്കൊന്നും കൊടുക്കുന്ന ഡൊണേഷൻ, അതായത് രജിസ്റ്റേർഡ് അല്ലാത്ത ബ്രാക്കറ്റ് പാർട്ടികൾക്ക് കൊടുക്കുന്ന ഡൊണേഷൻസ് ഒന്നും ആക്സെപ്റ്റ് ചെയ്യില്ല. ഈ പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടികൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടികളും ആയിരിക്കണം എന്ന് നിർബന്ധമാണ്. പിന്നെ അടുത്തത്, ഇതിൽ എന്തൊക്കെയാണ് ഡൊണേഷൻസ് ആയിട്ട് പരിഗണിക്കുക എന്നുള്ളതാണ്. ഡൊണേഷൻസ് ആയിട്ട് പരിഗണിക്കുക എന്നുള്ളത് നിങ്ങൾ ഡൊണേഷനായി കൊടുക്കുന്ന എമൗണ്ടിന് പുറമേ എന്തെങ്കിലും തരത്തിലുള്ള ബ്രോഷേഴ്സ്, അഡ്വർടൈസ്മെൻറ്റ്, ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ അതിൻ്റെ ഒരു ഭാഗമായി മാറുക. അതായത് ഒരു ബ്രോഷറിൽ ഒരു കമ്പനിയാണ് സ്പോൺസർ ചെയ്തിട്ടുള്ളത്, അതല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വെന്യൂ നടത്തുന്ന ഒരു കമ്പനിയാണ് സ്പോൺസർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഡൊണേഷൻ്റെ ഭാഗമായിട്ട് വരും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടീഷൻ പറയുന്നത്, ഇത്തരത്തിൽ കൊടുക്കുന്ന സംഭാവനകളെല്ലാം ക്രോസ്ഡ് ചെക്കോ ഡിമാൻഡ് ഡ്രാഫ്റ്റ് വഴിയേ കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ എന്നുള്ളത്, ഇത്തരത്തിൽ കൊടുക്കുന്ന സംഭാവനകൾ കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. ഇതിനു പുറമെ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അപ്രൂവലുള്ള പാർട്ടികൾക്ക് മാത്രം, അതല്ലെങ്കിൽ അപ്രൂവലോട് കൂടി മാത്രമേ ഇത്തരം സംഭാവനകൾ കമ്പനികൾക്ക് കൊടുക്കാൻ പാടൂ എന്നുള്ളതും വളരെ കർശനമായിട്ട് ഇവിടെ നിർദ്ദേശിച്ചിട്ടുണ്ട്. സംഭാവനകൾ കൊടുക്കുക എന്നതിൽ കമ്പനികളുടെ ആവശ്യവും സ്വീകരിക്കുക എന്നുള്ളത് പൊളിറ്റിക്കൽ പാർട്ടികളുടെ ആവശ്യമാണ്. കാരണം വെച്ചാൽ രണ്ട് കൂട്ടരുടെയും നിലനിൽപ്പിനെ ബാധിക്കുന്ന വിഷയങ്ങളാണിത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ എങ്കിലും കമ്പനീസ് ആക്ട് സെക്ഷൻ 182 ഇതിന് ചില നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നിബന്ധനകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മായം ചേർക്കലുകൾ വന്നാൽ, അതല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ വന്നാൽ ഇതിന് ശിക്ഷാ നടപടികൾ കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അംഗീകാരമില്ലാത്ത പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് കൊടുക്കുകയോ അതല്ലെങ്കിൽ കണക്കിൽപ്പെടുത്താത്ത വിധത്തിൽ കൊടുക്കുകയോ ബോർഡിൻ്റെ അംഗീകാരം ഇല്ലാതെ കൊടുക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാലുള്ള ശിക്ഷ എന്ന് വെച്ചാൽ നമ്മൾ കൊടുത്ത സംഭാവനയുടെ 5 ഇരട്ടി ആയിരിക്കും ഫൈൻ. ഈ 5 ഇരട്ടി ഫൈൻ കമ്പനീസ് ആക്ട് പ്രകാരം അടയ്ക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഇതിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ നേരത്തെ പറഞ്ഞ വിധത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള കണ്ടീഷൻസിൽ മാറ്റം വരുത്തുകയോ മായം ചേർക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ 6 months വരെയുള്ള റിഗറസ് ഇംപ്രിസൺമെൻറ്റും കമ്പനീസ് ആക്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കമ്പനികൾക്കും, നേരത്തെ പറഞ്ഞ എലിജിബിലിറ്റിയുള്ള എല്ലാ കമ്പനികൾക്കും ഡൊണേഷൻസ് കൊടുക്കാം. നേരത്തെ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസിനനുസരിച്ച് മാത്രം നിങ്ങൾ സംഭാവന കൊടുക്കുകയും അത് നിങ്ങളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരവ് വയ്ക്കുകയും ഇത്തരത്തിൽ നിങ്ങൾക്കുള്ള ഇൻകം ടാക്സ് ആനുകൂല്യങ്ങൾ കൈപ്പറ്റുകയും ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല. തീർച്ചയായിട്ടും ഈ പ്രൊവിഷൻസ് ശ്രദ്ധിക്കണം എന്ന് മാത്രം. ഒരു പുതിയ വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.